ശബരിമലയിൽ മണ്ഡല പൂജയോടനുബന്ധിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തി ദേവസ്വം ബോർഡ്. ഡിസംബർ 26-27 തീയതികളിൽ സ്പോട്ട് ബുക്കിംഗ് 2000 നിജപ്പെടുത്തി. 26-ന് തങ്കങ്ങി ഘോഷയാത്ര സന്നിധാനത്തെത്തുന്നതുവരെ ഭക്തരെ കടത്തിവിടുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സന്നിധാനത്ത് ഭക്തജന പ്രവാഹം തുടരുകയാണ്. രാവിലെ 11 മണി വരെ 40,000-ത്തിനടുത്ത് ഭക്തർ ദർശനം നടത്തി. നടപ്പന്തലും ഫ്ലൈ ഓവറുമെല്ലാം പുലർച്ചെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ ഭക്തരാൽ തിങ്ങി നിറഞ്ഞു. മരക്കൂട്ടം മുതൽ ക്യൂ ഉണ്ട്. മരക്കൂട്ടം മുതൽ ബാച്ചുകളായി തിരിച്ചുകൊണ്ട് ഭക്തരെ മുന്നോട്ട് നീക്കുന്നത്. മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെ പലയിടത്തും മണിക്കൂറുകളോളം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ട്. തുടർന്ന് 18-ാം പടി കയറി ഫ്ലൈ ഓവറിലെത്തിയാലും ഫ്ലൈ ഓവറിലെ ക്യൂ സാവധാനമാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇനി തങ്കങ്ങി ഘോഷയാത്ര സന്നിധാനത്ത് എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ ആ മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. മണ്ഡല പൂജയോടനുബന്ധിച്ചുള്ള ക്രമീകരണങ്ങളിലേക്ക് കടക്കുന്നു. മണ്ഡല പൂജയോടനുബന്ധിച്ച് സന്നിധാനത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡിസംബർ 26-27 ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് 2000 കുറച്ചിട്ടുണ്ട്. ഡിസംബർ 26-ാം തീയതി വെർച്വൽ ക്യൂ ബുക്കിംഗ് 30,000-ഉം ഡിസംബർ 27-ാം തീയതി 35,000-ഉമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വെർച്വൽ ക്യൂ ബുക്കിംഗിലും ഈ തങ്കങ്ങി ഘോഷയാത്ര സന്നിധാനത്ത് എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഡിസംബർ 26-ാം തീയതിയും നിയന്ത്രണങ്ങൾ ഭക്തജനങ്ങളെ കടത്തിവിടുന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡിസംബർ 26-ാം തീയതി രാവിലെ 11 മണിയോടുകൂടിയാണ് തങ്കങ്ങി ഘോഷയാത്ര നിലയ്ക്കൽ എത്തുക. ഉച്ചയ്ക്ക് 1:30 പമ്പയിലെത്തും. വൈകിട്ട് 5:30 ശരംകുത്തിയിലെത്തും. വൈകിട്ട് 6:30 ദീപാരാധനയ്ക്ക് മുൻപായിട്ട് സന്നിധാനത്ത് എത്തും. ഡിസംബർ 26-ാം തീയതി രാവിലെ 9 മണിക്ക് ശേഷം നിലയ്ക്കൽ നിന്നും ഭക്തരെ കടത്തിവിടുകയില്ല. രാവിലെ 10 മണിക്ക് ശേഷം പമ്പയിൽ നിന്നും ഭക്തരെ കടത്തിവിടുകയില്ല. പിന്നീട് തങ്കങ്ങി ഘോഷയാത്ര ശരംകുത്തിയിലെത്തിയതിനു ശേഷമായിരിക്കും ഭക്തരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുക. ഈ രീതിയിലാണ് ഭക്തരെ കടത്തിവിടുന്നതിൽ ഡിസംബർ 26-ാം തീയതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെയായിട്ട് മണ്ഡല പൂജയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് ശബരിമല സന്നിധാനം. കാനനപാത വഴി എത്തുന്ന ഭക്തരുടെ എണ്ണത്തിലുള്ള വലിയ വർധനവ് ഇത്തവണത്തെ പ്രത്യേകതയാണ്. അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ ധാരാളമായി എത്തുന്നുണ്ട്. മുഴുവൻ സമയവും ഭക്തജന സഞ്ചയം എന്ന് പറയാവുന്ന അവസ്ഥ തന്നെയാണ് ശബരിമല സന്നിധാനത്ത് നിലവിൽ ഉള്ളത്. കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളുമെല്ലാം ധാരാളമായി എത്തുന്ന മണിക്കൂറുകളാണ്. മുഴുവൻ സമയവും ഭക്തജന സഞ്ചയം എന്ന് പറയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് സന്നിധാനം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ദർശനം കഴിഞ്ഞ് മലയിറങ്ങുന്ന ഭക്തരുടെ വലിയ തിരക്ക്, ഒപ്പം തന്നെ ദർശനത്തിനായി വിരിവെച്ച് വിവിധയിടങ്ങളിൽ കാത്തിരിക്കുന്ന ഭക്തരുടെ തിരക്ക്, അങ്ങനെ തിരക്കിൻ്റെ അന്തരീക്ഷമാണ് ശബരിമല സന്നിധാനത്ത് ഈ മണിക്കൂറുകളിൽ എല്ലാം. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അനൂജ് ചാന അവരോടൊപ്പം മിഥുൻ മുരളി.